മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. ഈ ആഴ്ച 2 എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. അതിൽ സെക്കൻഡ് എവിക്ഷൻ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശാരിക KB ആണ് ഇന്ന് എവിക്റ്റ് ആയിരിക്കുന്നത്. നമ്മൾ പ്രോമോയിൽ കണ്ടതുപോലെ തന്നെ ഒരു ചെറിയ ടാസ്ക് വഴിയാണ് ഇന്ന് എവിക്ഷൻ നടത്തിയിരുന്നത്. ഓൾറെഡി 8 പേരുണ്ടായിരുന്നു എവിക്ഷനിൽ. അതിൽ അപ്പാനി ശരത്തിനെയും അനുമോളെയും ഓൾറെഡി സേവ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി 6 പേരെയും ഒരു ഭാഗത്തേക്ക് നിർത്തിയതിന് ശേഷം അവർക്ക് കണ്ണാടി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാം പ്രോമോയിൽ കണ്ടതുപോലെ തന്നെ 1 മുതൽ 6 വരെ നമ്പറുകൾ ആ കണ്ണാടിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ ഒരു ബൗളിൽ നിന്നും ചീട്ടെടുക്കുന്നുണ്ട്. ആ ചീട്ടിൽ ഏത് നമ്പറാണോ ഉള്ളത് ആ നമ്പറുള്ള കണ്ണട വെച്ച വ്യക്തി ആ വ്യക്തി ധരിച്ചിരിക്കുന്ന ആ ഗ്ലാസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലെ ഷീറ്റ് എടുത്ത് മാറ്റണം. ഒരു സൈഡിൽ സേവ്ഡ് ആണോ എവിക്റ്റഡ് ആണോ എന്നും മറു സൈഡിൽ ഈ 6 പേരുടെയും അതായത് നോമിനേഷനുള്ള കണ്ടസ്റ്റൻസിൻ്റെയും പേരുകളായിരുന്നു. ലാലേട്ടൻ നമ്പറുകൾ പറയുന്നതനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ കണ്ണടകളുടെ ഒരു സൈഡിലത്തെ ഷീറ്റ് എടുത്ത് മാറ്റി അതിനുശേഷം 6 പേരുടെയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ വിളിച്ച് മറു സൈഡിലെയും ഷീറ്റ് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ റെനയോട് ചോദിക്കുന്നുണ്ട്, റെന ആരാണ് പോകുന്നത് അല്ലെങ്കിൽ ഔട്ടാകുന്നത് എന്നാണ് വിചാരിക്കുന്നതെന്ന്. അപ്പോൾ റെന പറയുന്നത് ഒന്നെങ്കിൽ ശാരിക ചേച്ചി അല്ലെങ്കിൽ ഒനീൽ എന്നാണ് റെനയ്ക്ക് തോന്നുന്നത് എന്ന്. എന്തായാലും റെനയുടെ ആ ഒരു കാൽക്കുലേഷൻ തെറ്റായില്ല. ഈ തവണ ശാരിക KB തന്നെയാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. ഇന്നലെ എവിക്റ്റായ സരികയുടെ എവിക്ഷനും ഇതുപോലെ തന്നെ റെന പ്രഡിക്റ്റ് ചെയ്തിരുന്നു. ശാരിക ഔട്ടായതിൽ ഏറ്റവും സങ്കടം രേണു സുധിക്കായിരുന്നു. രേണു പൊട്ടിക്കരയുന്നുണ്ട്, നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. രേണുവും ശാരികയും തമ്മിൽ നല്ലൊരു കൂട്ടായിരുന്നു. അതുപോലെ തന്നെ സരികയുമായിട്ടും നല്ലൊരു കൂട്ടായിരുന്നു. ഈ ഒരൊറ്റ ആഴ്ച തന്നെ സരികയും ശാരികയും ഔട്ടായതോടെ രേണു ഡൗൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല സങ്കടത്തിൽ കരയുന്നുണ്ട്. ശാരിക എന്തായാലും വളരെ ബോൾഡായി ചിരിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് ബിഗ് ബോസിൻ്റെ പടി ഇറങ്ങിയിരിക്കുന്നത്. ലാലേട്ടൻ ശാരികയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു എവിക്ഷൻ പ്രതീക്ഷിച്ചിരുന്നോ എന്ന്. ശാരിക പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം ശാരികയ്ക്ക് 100% കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ശാരിക ആ ഒരു റൂട്ടിലേക്ക് ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കിനും എവിക്റ്റായി. ഹോട്ട് സീറ്റ് ശാരിക ആവാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് ശാരിക തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ചിലർ ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണെന്നും പറയുന്നുണ്ട്, ചിലർ ഫെയർ എവിക്ഷൻ ആണെന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.